വെൽക്കം ബാക്ക് ടു ടി ടോക്സ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഒരൊറ്റ ചർച്ചയുള്ളൂ. സംഭവം വേറൊന്നുമല്ല, സജിനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള ആ പുതിയ വിവാദം. ഓസ്കർ അവാർഡ് വരെ വാങ്ങിയ നമ്മുടെ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടിയും ബിഗ് ബോസ് താരം സജിനയും തമ്മിലുള്ള ആ പുതിയ വിവാദം. സംഗതി കേട്ടപ്പോൾ ആദ്യം ഞാനും ഒന്ന് ഞെട്ടി. റസൂൽ പൂക്കുട്ടിയും സജിനയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ആലോചിച്ച് തല പുകച്ചവരാണ് ഭൂരിഭാഗം പേരും. സംഗതി മറ്റൊന്നുമല്ല, സജിന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റും അതിനൊപ്പമുള്ള ചിത്രവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഹൈലൈറ്റ്, അതിനൊപ്പം താൻ 2.5 മാസം ഗർഭിണിയാണെന്ന വിവരവും മാഷാ അല്ലാ എന്ന ക്യാപ്ഷനോട് കൂടി ആയപ്പോൾ സോഷ്യൽ മീഡിയ ആകെ കൺഫ്യൂഷനിലായി. ഇവർ എപ്പോഴാണ് കല്യാണം കഴിച്ചത്, ഇതെന്താണ് കഥ എന്ന ചോദ്യങ്ങളുമായി നാട്ടുകാർ ഇളകി മറിഞ്ഞു. സജിനയുടെ ഈ പുതിയ പ്രഗ്നൻസി പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ ചില യൂട്യൂബർമാർ മറ്റൊരു കഥയുമായി രംഗത്തെത്തി. അവർ പറയുന്നത് സജിനയും റസൂൽ പൂക്കുട്ടിയും കഴിഞ്ഞ 4 വർഷമായി റിലേഷനിലാണെന്നാണ്. അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, റസൂൽ പൂക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഭീഷണിപ്പെടുത്തുവാനുമാണ് സജിന ഈ പ്രഗ്നൻസി വാർത്ത പരസ്യമാക്കിയത് എന്നാണ് ചില യൂട്യൂബ് ചാനലുകൾ തട്ടിവിടുന്നത്. 3 കോടി രൂപ വരെ ചോദിച്ചു എന്നൊക്കെയാണ് തംബ്നെയിലുകളിൽ തിളങ്ങുന്ന വാർത്തകൾ. നമ്മുടെ നാട്ടിലെ ഈ സൈബർ അമ്മാവന്മാരും അണ്ണന്മാരും ഉണ്ടല്ലോ, അവർക്കിതൊരു ലോട്ടറി അടിച്ച ഫീലാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിരുന്ന് ജഡ്ജിയുടെ വേഷം കെട്ടും. എന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതം കീറി മുറിച്ച് പരിശോധിച്ച് അവസാനം സുപ്രീം കോടതിയെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള അന്തിമ വിധി അങ്ങ് പാസ്സാക്കും. എന്തായാലും ഇതൊക്കെ കണ്ട് നമ്മുടെ റസൂൽ പൂക്കുട്ടി വരെ ആലോചിച്ചിട്ടുണ്ടാവും, ഇതിലും ഭേദം ആ ഓസ്കാർ കിട്ടിയ സൗണ്ട് എഫക്റ്റ് ഒന്നും കൂടി റീറെക്കോർഡ് ചെയ്യുന്നതായിരുന്നു എന്ന്. സജിനയാണെങ്കിൽ ലൈവുകൾ മാറി മാറി വന്ന് ഈ ഓൺലൈൻ മാധ്യമക്കാർക്ക് കണ്ടന്റ് കൊടുത്തു മടുത്തു കാണും. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ വിശ്വസിക്കണമെങ്കിൽ ഇനിയൊരു പ്രത്യേക കോഴ്സ് തന്നെ പഠിക്കേണ്ടി വരും സുഹൃത്തുക്കളെ. രാവിലെ ഒരു ചാനലിൽ വരും സജിന എല്ലാം തുറന്നു പറഞ്ഞുവെന്ന്, ഉച്ചയാകുമ്പോൾ അടുത്ത ചാനൽ പറയും അല്ല ഫിറോസ് ഖാൻ എല്ലാം വിളിച്ചു പറഞ്ഞുവെന്ന്, വൈകുന്നേരമാകുമ്പോൾ റസൂൽ പൂക്കുട്ടി പറയും എനിക്കിതിലൊന്നും ഒരു ബന്ധവുമില്ല എന്ന്. സത്യം പറഞ്ഞാൽ സജിന തന്റെ ഗർഭവിവരവും റസൂൽ പൂക്കുട്ടിക്കൊപ്പമുള്ള ചിത്രവും പങ്കുവെച്ചു എന്നത് മാത്രമാണ് നിലവിൽ പുറത്തു വരുന്ന ഔദ്യോഗിക കാര്യം. ഇവർ വിവാഹിതരായോ അതോ മറ്റെന്തെങ്കിലും നിയമപരമായ കാര്യങ്ങളുണ്ടോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം മസാലയുണ്ട് എന്ന് അത് ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയില്ല. നമുക്ക് തൽക്കാലം ഈ പുകിലൊക്കെ കണ്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കമന്റ് ബോക്സിലെ തല്ലുകൂടലുകൾ ആസ്വദിക്കാം. അതാണ് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.